ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റിയായ 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തികച്ചും വെറൈറ്റിയായ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കൈമേൽ ഫ്രൂട്ട്സും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ 3 ചേരുവകളുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പേക്ക് പാലിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 പേക്ക് പാല് ഇതിലിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. 1.5 പേക്ക് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ജ്യൂസ് വേണ്ടത് അതിന് അനുസരിച്ച് പാലെടുക്കുക. അപ്പോൾ 1/2 പാക്കറ്റ് പാല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ട കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ ഞാൻ 2.5 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ വേണ്ട, 2 പേക്ക് അളവിന് ഈ 2.5 ടീസ്പൂൺ ധാരാളമാണ്. അല്ലെങ്കിൽ പിന്നെ കട്ടി കൂടിയിട്ട് പിന്നെ അത് പുഡിങ്ങിൻ്റെ ടെക്സ്ചറിലായി പോവും. അപ്പോൾ പാലും കൂടി ഒഴിച്ച് കട്ടിയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ 1 പാക്കറ്റ് പാലിന് ഉണ്ടാക്കുന്നത് 1/4 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പോൾ പാല് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ടിന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് മാത്രം വെച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പോളാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കും. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിർബന്ധമാണ്. ഈ ഒരു ജ്യൂസിന് മിൽക്ക് മെയ്ഡ് ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് മിക്സും ഇതിൽ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇതും വെച്ച് പോവരുത്, നേരം കട്ട പിടിച്ച് പോവും. ഇതുപോലെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ ആ കസ്റ്റേർഡ് പൊടിയെല്ലാം നന്നായിട്ട് അതിൽ നിന്ന് വെന്ത് റെഡിയായി കിട്ടും. അപ്പം ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കണമെന്നില്ല. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ മതി. ഇനി മിൽക്ക് മെയ്ഡ് തന്നെ ആയാലും നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡും കൂടി ചേർത്താലാണ് ഇത് വേറൊരു ടേസ്റ്റിലേക്ക് മാറിയിട്ട് നല്ലൊരു ടേസ്റ്റാകുന്നത്. അപ്പോഴെങ്കിൽ അത് പകുതിയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കുക. നിങ്ങളെടുത്തുള്ളതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിനും കൂടുതൽ കസ്റ്റർഡ് പൊടി എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് തിക്കായി പോവും. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്രയും കസ്റ്റർഡ് പൊടി മതിയാവും. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്യുവറായിട്ട് ഉള്ള ജ്യൂസാണ് വേണമെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കുക. എന്തെങ്കിലും കട്ടകളോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ അരിച്ചെടുത്താൽ നമുക്ക് നല്ല പ്യുവർ ജ്യൂസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത ആപ്പിൾ, അനാറ്, ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കസ്കസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം ചേർത്തുണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഗസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതൊന്നല്ല, നമുക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കും, ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു 2 പേക്ക് അളവിന് ഉണ്ടാക്കുമ്പോൾ
ഈ 2.5 ടീസ്പൂൺ ധാരാളമാണ് കസ്റ്റർഡ് പൗഡർ, അതിൽ കൂടുതൽ ചേർക്കരുത്. അപ്പോൾ പിന്നെ കട്ടി കൂടി പായസം പോലെ ആയിപ്പോവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ അതേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.